നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ നമുക്കൊന്നു ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കരുതലിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ശുശ്രൂഷയും എല്ലാം. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 19-ാം സങ്കീർത്തനം 14-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഞാൻ പലപ്പോഴും ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു തിരുവചനമാണിത്. ഈ രണ്ട് കാര്യങ്ങളും ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണതയിലേക്ക് വരാൻ തുടങ്ങും. ഈ ശുശ്രൂഷയുടെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാം മറന്ന് നമ്മുടെ ദുഃഖവും വേദനകളും നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക. യേശു സകലത്തിനും അധ്യായവൻ. ഈ വലിയ തിരിച്ചറിവോടെ ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ആത്മനിറവിൽ മതിമറന്ന് കർത്താവെ പകരുക. നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ സാന്നിധ്യം പകരുക. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അനേക ആയിരങ്ങളിലേക്ക് നിന്റെ കരുതലിന്റെ അഭിഷേകം, പരിപാലനയുടെ സാന്നിധ്യം അങ്ങ് പകരണമേ, പകരണമേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നത്. ഒന്ന് പരസ്പരം പറഞ്ഞു പാടിക എല്ലാവരും. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, ആ ബോധ്യത്തോടെ പാടാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതിപ്പാൻ. അടിച്ച് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ശക്തിയോടെ ശക്തിയോടെ അഭിഷേകം ഏറ്റെടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കുക. ഇനിയും ദയതോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് യേശുവിനെ വിളിക്കേ. യേശുവേ, കരം നീട്ടണമേ. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന അനേകായിരങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടണമേ. വിശ്വസിച്ച് വിളിച്ച മക്കളെ, യേശുവിനെ വിളിച്ച് നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, ഇത് അനേകം ജീവിതങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങി വരുന്നു. അന്തരാകത്ത് ന്യൂസ് വിളിച്ചതുപോലെ വിളിക്കേ. അഭിഷേകം അയക്കണമേ. ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം അയക്കണമേ. എല്ലാ അന്ധകാരം, വ്യാപന, അധികാരം, കോടികളെ കത്തിച്ചാരമാക്കണമേ. പൂർണ്ണമായ അഭിഷേകം, പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ വിടുതൽ നിന്റെ ജനത്തിന് മേൽ പകരുക, പകരുക, പകരുക. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവ് വലിയ അഭിഷേകം നമ്മുടെ മേൽ പകരുകയായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ കർത്താവ് നൽകിയ അഭിഷേകത്തെ സ്വന്തമാക്കിക്കൊണ്ട് തുടർന്ന് വരുന്ന വചന ശുശ്രൂഷകളിൽ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പങ്കുകൊള്ളാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ
പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സംസാരത്തിൽ നാം പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, സംസാരം മൂലം സംഭവിക്കുന്ന വലിയ തകർച്ചകളെക്കുറിച്ച്. എന്തുമാത്രം വിവാഹമോചനങ്ങളാണ് ഇന്ന് സംഭവിക്കുന്ന. വിവാഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും കുഞ്ഞുമക്കളിടയിൽ ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ അനേകം കുഞ്ഞുങ്ങള് വേദനയോടുകൂടി വന്ന് പങ്കുവെക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ വാക്കുകൾ മൂലമുണ്ടായ മുറിവുകൾ, വേദനകൾ മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ. അനേകം കുടുംബ ബന്ധങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. അതിന് പ്രധാന കാരണം തെറ്റായ വിധത്തിലുള്ള സംസാരങ്ങളാണ്. ഫ്രണ്ട്ഷിപ്പുകൾ ശിഥിലമാക്കപ്പെടുന്നു. എന്തിന് പല രാജ്യങ്ങളും യുദ്ധത്തിന് വരെ തയ്യാറാകുന്നതിന് കാരണം സംസാരത്തിലുള്ള അശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാവ്. ആധുനിക മനഃശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് മനുഷ്യർ നേരിടുന്ന 80% പ്രശ്നങ്ങൾക്കുള്ള കാരണം അവരുടെ തെറ്റായ സംസാര രീതിയാണ്. ഇന്ന് അനേകം കുടുംബങ്ങളിൽ തകർച്ചകളും ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും ദൈവമക്കളിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥകളും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത തലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ വെളിച്ചം വീശുകയാണ്. ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കണം. അപ്പോസ്തലനായ യാക്കോബ് 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തികളിലൂടെ എല്ലാം വിവിധ തലങ്ങളിൽ നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാ. എന്നാൽ വീണ്ടും അപ്പോസ്തലൻ പറയാ, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. ഹല്ലേലൂയ. ആരാണ് പരിപൂർണൻ? സംസാരത്തിൽ തെറ്റുവരുത്താത്ത വ്യക്തികൾ. ജീവിതത്തിൽ പൂർണ്ണത ആഗ്രഹിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്. എന്താണ് ഈ ദൂത്? നമ്മൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ തെറ്റുവരുത്താതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആദ്യ നാളുകളിലൊക്കെ രോഗവുമായി ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ട്, ആ നാവൊന്ന് നീട്ടിക്കേ. എന്നിട്ട് ചില ഡോക്ടേഴ്സ് നാവിന്റെ മുകളിലേക്ക് ടോർച്ച് അടിച്ചിട്ടൊക്കെ നോക്കുന്നത് വേറെ ഉദ്ദേശം, നാവ് കണ്ട് രസിച്ചിരിക്കാനല്ല. നാവിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും രക്തത്തിന് കുറവുണ്ടോ, ഈ വ്യക്തിയുടെ അല്പസ്വല്പമുള്ള ആരോഗ്യ നിലകള്, ഇതെല്ലാം ഡോക്ടേഴ്സിന് മനസ്സിലാവും നാവിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവന്റെയും അവളുടെയും നാവ്. വളരെ ശ്രദ്ധിക്കണം നമ്മള്. വീണ്ടും പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ ഇതിനുള്ള ബന്ധത്തിൽ വചനം തന്നിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൾ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവരുടെ ഭക്തി വ്യർത്ഥമെത്രേ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആധ്യാത്മികതയെ, വിശുദ്ധിയെ, ദൈവിക പുണ്യങ്ങളെ എല്ലാം ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവന്റെയും അവളുടെയും നാവ്. നമ്മൾ എന്തുമാത്രം ശ്രദ്ധയുള്ളവരാകണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകൾ അങ്ങയുടെ മുൻപിൽ സ്വീകാര്യമായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ 22-ാം അധ്യായം 27-ാമത്തെ തിരുവചനം, എന്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന് മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. ഇന്ന് അനേകരുടെ നാശത്തിന് കാരണം, ഇന്ന് അനേകം മക്കളുടെ പരാജയത്തിന് കാരണം, ഇന്ന് അനേകം ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥിച്ചിട്ടും ദൈവാനുഗ്രഹത്തിന്റെ പകർച്ച ഒഴുകപ്പെടാത്തതിന് കാരണം നമ്മുടെ തെറ്റായ സംസാര രീതിയ. അനേകർ നാവ് മൂലം നശിച്ചു പോകുന്നു. നമ്മൾ ആത്മീയ ശുശ്രൂഷ മേഖലകളിലേക്ക് ആത്മീയ ശുശ്രൂഷകരായ നമ്മുടെ
പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലും വ്യക്തിജീവിതത്തിലുള്ള അഭിഷേകം ചോർന്നു പോകുന്നതിന് കാരണം എന്താ? നമ്മുടെ തെറ്റായ സംസാര രീതിയ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ശുശ്രൂഷകരെ കളിയാക്കുന്ന, ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ വിമർശിക്കുന്ന നമ്മുടെ ചില നിലപാടുകളും മനോഭാവങ്ങളും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ പലപ്പോഴും ഇടയായി തീർന്നിട്ടുണ്ട്. പ്രവാചകനെ ജെറമിയ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ ഒരൊറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടുവെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ന് വചനം പറയുമ്പോൾ 3000 പേര് പോയിട്ട് 3 പേര് പോലും മാനസാന്തരപ്പെടാത്തത്? എന്താ കർത്താവ് ഇതിന്റെ കാരണം? സുവിശേഷത്തിന് ശക്തി ചോർന്നു പോയിട്ടില്ല, പരിശുദ്ധാത്മാവിന് ശക്തി കെട്ടുപോയിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്നും മാറ്റമില്ലാത്തവനാ, അവൻ അനന്യനായ ദൈവമാണ്. പിന്നെ ഇന്ന് എന്തുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണങ്ങളിൽ ആഴമായ മാനസാന്തരങ്ങൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമർപ്പണ ജീവിതങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് കർത്താവ് എന്നതിന്റെ കാരണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ഒരു വചനം തന്നു. ഇത് വ്യക്തിപരമായി എനിക്ക് നൽകിയ ആലോചനയായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ അനേകരെ ഈ വചനത്തെ സ്വീകരിക്കണം. 15-ാം അധ്യായം 19-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ കുറ്റപ്പെടുത്തുന്ന വാക്കുകള്, മുറിപ്പെടുത്തുന്ന വാക്കുകള്, കളിയാക്കുന്ന, വിമർശിക്കുന്ന തമാശയ്ക്ക് പോലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കരുത്, മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കരുത്. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കുന്നവരെ, കർത്താവിന് പരി അഭിഷിക്തന്മാരെ, സമർപ്പിതരെ, ദൈവത്തിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ നമ്മൾ കളിയാക്കി വിമർശിച്ച് സംസാരിക്കരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും. ഇവിടെ കർത്താവ് പറഞ്ഞു തരിക, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ഹല്ലേലൂയ. ഇത് ആത്മീയ ശുശ്രൂഷകർക്കുള്ള മെസ്സേജാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ അഭിഷേകം വർദ്ധിക്കണോ? നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവ സാന്നിധ്യത്തിന്റെ കനം വർദ്ധിക്കണോ? ആഴമായ മാനസാന്തരങ്ങൾ ഉണ്ടാകണോ? ജീവിതങ്ങൾ ദൈവരാജ്യത്തോടും സഭയോടും സമർപ്പണമുള്ളതായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വില കൊടുത്ത് നമ്മുടെ അധരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവവചനത്തിന്റെ മുൻപിൽ ഇരുന്ന് നമ്മൾ ശരിയായൊരു തീരുമാനമെടുക്കണം. എന്റെ സംസാരം മൂലം മറ്റുള്ള വ്യക്തികൾ വേദനിക്കരുത്, അവർ മുറിപ്പെടരുത്. അവരെ കളിയാക്കുന്ന, വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മൾ അനേകരെ തളർത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനെയെല്ലാം ഓർത്ത് അനുദപിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാ. ഒരു പുതിയ അഭിഷേകം കർത്താവ് തരുവാൻ തയ്യാറാണ് ദൈവമക്കളെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എറണാകുളം പട്ടണത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം. അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു. ആ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരനോട് ചോദിച്ചു, എത്രയാ രൂപ? അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, 10 രൂപ. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ കൊടുത്ത് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദര, ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭാവമാറ്റമുണ്ടായി. അദ്ദേഹം എന്റെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട്, ഇങ്ങനെ ശക്തമായി എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് വിതുമ്പി കരയാൻ തുടങ്ങി. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ 7 വർഷമായി എറണാകുളം പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ഇതുവരെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയും എന്നെ നോക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് പലരും ചീത്തയും തെറിയും വിളിച്ച് പലതും പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ഇതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, സ്നേഹത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അതിലൂടെ അനേകം ജീവിതങ്ങളെ കർത്താവ് അത്ഭുതകരമായി സ്പർശിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കളും പരസ്പരം സ്നേഹത്തിന് വാക്കുകൾ പറയാൻ ഇനി പരിശീലിക്കണം. മാതാപിതാക്കളും മക്കളും പ്രോത്സാഹനത്തിന് വാക്കുകൾ, സ്നേഹത്തിന് വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ബന്ധങ്ങളെ പടുത്തുയർത്തുവാനായിട്ട് ഒരുങ്ങണം.
ശുശ്രൂഷ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ, നമ്മുടെ ആത്മായ ശുശ്രൂഷകരെ പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും ദൈവരാജ്യത്തിന് വേണ്ടി കത്തിച്ചൊലിക്കണം. ബഹുമാനപ്പെട്ട അഭിഷിക്തരെ, സമർപ്പിതരെ നമ്മൾ സ്നേഹത്തോടെ കരുതണം. എല്ലാ തലങ്ങളിലും സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിനും വാക്കുകൾ പറയുവാൻ നമ്മൾ ഇനി പരിശീലിക്കണം. ഇതാണ് അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്കുമുള്ള വഴിയെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു വിത്ത് നടുന്നതിന് തുല്യമാണത്. ഒരു വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ് ഓരോ വാക്കുകൾ പറയുന്നത്. ചിലപ്പോൾ ചിലർ കേട്ടിട്ടില്ല, ഈ കുടുംബം ഇതൊരിക്കലും നേരെയാവില്ല, ഇത് ഗുണം പിടിക്കില്ല. ഇത് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായൊരു വിത്ത് നടുകയ ചെയ്യുന്നത്. ഈ വ്യക്തികൾ ഇവരൊരിക്കലും നന്നാവില്ല, അവൻ മുടിഞ്ഞു പോവുകയുള്ളൂ, അവൻ വളരില്ല, നീ പഠിച്ചിട്ടൊന്നും ഒന്നും കിട്ടാൻ പോണില്ല, എനിക്ക് ആ വ്യക്തിയെ കണ്ടാൽ മതി, അപ്പൊ ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെയുള്ള അനേകം നെഗറ്റീവ് വാക്കുകള് നമ്മൾ ഇതിൽ ശ്രദ്ധയുള്ളവരാകണം. ജ്ഞാനിയായ സോളമൻ ഇന്നേക്കാൾ 3000 വർഷങ്ങൾക്ക് മുൻപ് ദൈവാത്മാവ് സോളമനിൽ രേഖപ്പെടുത്തി. സുഭാഷിത പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ അവിടെ സോളമനിലൂടെ ദൈവാത്മാവ് പറയുകയാണ്, ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. ജീവനും മരണവും സൃഷ്ടിക്കാൻ നിന്റെ നാവിന് കഴിയും. നീ ഏതിനെ സ്നേഹിക്കുന്നുവോ അതിന്റെ ഫലമാണ് നിനക്ക് അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. നെഗറ്റീവായ വാക്കുകൾ നമ്മൾ ഇനി പറയരുത്. തിരുവചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശു റോമൻ ഗവർണറായ പിലാത്തോസിന് മുൻപിൽ നിൽക്കുകയാണ്. യഹൂദ ജനത ഒന്നടങ്കം യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു, അവനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടയക്കുക. പിലാത്തോസ് പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും യഹൂദ ജനം അവർ പിന്മാറുന്നില്ല. അവർ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ക്രൂശിക്ക്, ബറാബാസിനെ വിട്ടയക്ക്. അവസാനം ജനത്തിന്റെ ആഗ്രഹത്തിനു വേണ്ടി പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. തൊട്ടു മുൻപ് പിലാത്തോസ് ഒരു പ്രവൃത്തി ചെയ്തു. അവൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ തന്റെ കൈകൾ കഴുകിക്കൊണ്ട് പിലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് പിലാത്തോസ് വിളിച്ചു പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അവിടെ 25-ാം തിരുവചനത്തിൽ യഹൂദ ജനത ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, നിനക്ക് പങ്കില്ലെങ്കിൽ വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. അന്നത്തെ യഹൂദന്മാർക്ക് തങ്ങൾ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരിത് പറയില്ലായിരുന്നു. തലമുറകളോട് നല്ല സ്നേഹമുള്ളവരായിരുന്നത് കൊണ്ട് അവര് എന്താ പറഞ്ഞതെന്നറിയോ, ഞങ്ങളുടെ മേൽ എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നെങ്കിൽ ആ തലമുറ മാത്രമേ പ്രശ്നത്തിലാകുമായിരുന്നുള്ളൂ. എന്നാൽ അവരെന്തു ചെയ്തു, ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ മേൽ അവന്റെ രക്തം വീണുകൊള്ളട്ടെ. എന്താ ഉണ്ടായത്? നമ്മൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും. ലോക ചരിത്രത്തിൽ ഇതുപോലെ തകർക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ജനതയുണ്ടായിട്ടില്ല. AD 70-ൽ യഹൂദ ജനത ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഏകദേശം 1900 വർഷം നാടും വീടും സ്വന്തവരെയും ഉറ്റവരെയും ഉടയവരെയും വിട്ട് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാർക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. ഇവരുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവർ പറഞ്ഞ കാര്യം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ മേലും വീണുകൊള്ളട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദര, ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു കൂവരുത്. പ്രിയ സഹോദരി, അരിശം വരുമ്പോൾ വായിൽ വരുന്ന വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ പീഡിപ്പിക്കരുത്. ശ്രദ്ധിക്കണം, അതെല്ലാം അനേകം തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഈ ദൈവിക ആലോചനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. പലപ്പോഴും പല സ്ഥലങ്ങളിലും ശുശ്രൂഷകളിലേക്ക് ചെല്ലുമ്പോൾ അനേകരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സഹോദര, സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ഉപദേശം പറഞ്ഞുതരാൻ പറ്റുമോ?
എന്റെ കുടുംബത്തിലേക്ക് ആനന്ദം വരുവാൻ, ഞങ്ങളുടെ കുടുംബ ജീവിതം ദൈവത്താൽ അനുഗ്രഹീതമാകുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങള് ഇത് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് 34 സങ്കീർത്തനങ്ങൾ 12, 13 തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് നീ അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? കർത്താവ് പറയാ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നല്ല ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മ പറയുകയാണ്, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജമായ സംസാരത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കുക. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടും. നമ്മൾ അഭിഷേകത്തിൽ വളരാൻ തുടങ്ങും. നമ്മൾ ആത്മീയതയിൽ പക്വത പ്രാപിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ ആലോചനയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം അനുദപിച്ച് പ്രാർത്ഥിക്കുക. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറെ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ അധരങ്ങളിൽ കർത്താവ് തന്റെ ദൂതന്മാരെ വിട്ട് അഭിഷേകത്തിന്റെ പുതിയ മുദ്ര നമ്മുടെ അധരങ്ങളിൽ പതിക്കുകയാണ്. ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന നിത്യജീവന്റെ അപ്പമേ, നിത്യവും എന്റെ കൂടെ വാഴുവാൻ എത്തേണേ തിരുവോസ്തിയായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുകയാണ്. പരിശുദ്ധ കുർബാനയായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിക്കുക. നമ്മുടെ സംസാരത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അശുദ്ധികളെ ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമൂലമുണ്ടായ തകർച്ചകള്, വേദനകള്, മാനസികമായ മുറിവുകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ആ മേഖലകളിലെല്ലാം കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്കെതിരെ ഭർത്താവിനെതിരെ സംസാരിച്ച എല്ലാ നെഗറ്റീവായ വാക്കുകളെയും എല്ലാ മുറിപ്പെടുത്തുന്ന വാക്കുകളെയും ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കേ. ഓരോ മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. കർത്താവിന്റെ അനുഗ്രഹം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയം എന്റെ വാക്കുകൾ മൂലം മറ്റുള്ളവർക്കുണ്ടായ വേദനകള്, ദുഃഖങ്ങള്, നിരാശകള്, മുറിവുകള്, അസ്വസ്ഥതകള്, തകർച്ചകള്, ഇതിനെയെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കേ. നിലവിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇതാ അനേകായിരം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറക്കപ്പെടുന്നു, അഭിഷേകം ഇറങ്ങുന്നു. ഹല്ലേലൂയ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, സഭാ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഭൂഖണ്ഡങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഓരോ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവരാജ്യത്തിനായി, യേശുക്രിസ്തുവിനായി, തിരുസഭയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അഭിഷേകം, അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്തു മൂലക്കല്ലും
അപ്പസ്തോലന്മാർ അതിന്റെ തൂണുകൾ അടിത്തറയുമായിട്ടുള്ള ആ ഭവനമാണ് ശരിയായ കൂട്ടായ്മ. സഭയുടെ ആദ്യ ജാതിയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയോടുകൂടി ചേരുമ്പോഴാണ് സഭാ കൂട്ടായ്മയും ഈസ്റ്റർ ജനതയുടെ കൂട്ടായ്മയും പൂർത്തിയാകുക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ